ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വെബിനാർ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഇപ്പൊ പുതുതായിട്ട് കേരള PSC നോട്ടിഫിക്കേഷൻ ഗസ്റ്റിൽ പബ്ലിഷ് ചെയ്തതാണ്. നമ്മളുടെ എല്ലാം പ്രൊഫൈലുകളിൽ ഇത് ഈ ഒരു ആപ്ലിക്കേഷന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലിങ്ക് കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ഇത് നമ്മൾ ഈ ഒരു എക്സാമിന് അല്ലെ ഈ ഒരു പോസ്റ്റ് നമുക്ക് വരുന്നത് PWD ഡിപ്പാർട്ട്മെന്റിലാണ്, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്ക് ഈ ഒരു വേക്കൻസി നമുക്ക് വരുന്നത്. അപ്പൊ അവിടെ ഇലക്ട്രോണിക്സ് വിങ്ങില് അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലാണ് നമുക്ക് നിയമനം ലഭിക്കുക. ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കുകയാണെങ്കിൽ. അപ്പൊ ഈ ഒരു പോസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. നമുക്ക് ഈ കിട്ടാൻ പോകുന്ന ജോലി ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്കുള്ളതാണ്. നല്ല സ്കെയിൽ ഓഫ് പേയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു റെപ്യൂട്ടഡ് പോസ്റ്റ് തന്നെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ കാറ്റഗറി നമ്പർ വന്നിട്ട് 71/2024 ആണ് കാറ്റഗറി നമ്പർ. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പുതിയ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. പിന്നെ ഇതിന്റെ സിലബസ് എങ്ങനെയാണ്, നമുക്ക് ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ, മെറ്റീരിയൽസ് ബുക്സുകളൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ സ്റ്റഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്, എവിടെ തുടങ്ങണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വെബിനാർ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ഈ 71/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് വന്നിട്ട് ബിടെക് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, ഈ രണ്ട് ട്രേഡിലും ബിടെക് ഡിഗ്രിയുള്ള ഏതൊരു കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ മാസം 15-ാം തീയതി ആയിരുന്നു. 15-ാം തീയതി മുതൽ നമ്മളുടെ പോർട്ടലിൽ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ളത്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ട നമ്മൾ ലാസ്റ്റ് ഡേറ്റ് 19/6/2024 ആണ്. അപ്പൊ ലാസ്റ്റ് ഡേറ്റിലേക്കൊന്നും ആരും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പൊ തന്നെ നമ്മളുടെ PSCയുടെ പ്രൊഫൈലിൽ കയറി വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ വഴി നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനിയും രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആളുകളെ എത്രയും പെട്ടെന്ന് തന്നെ അത് രജിസ്റ്റർ ചെയ്യാം. ഇനി നോക്കിയാൽ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് നോക്കിയേ, സ്കെയിൽ ഓഫ് പേ 55,200 ആണ് അതിന്റെ ബേസിക് വരുന്നത്. നമുക്ക് പരമാവധി ഈ ഒരു പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് 1,15,300 വരെ നമുക്ക് ഇതാണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേക്കൻസി പറയുകയാണെങ്കിൽ വേക്കൻസി 2 വേക്കൻസിയാണ് നമുക്ക് നിലവിൽ PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത്. 2 എണ്ണമാണ്. ഭാവിയിൽ അത് കൂടാം, കാരണം നമ്മളുടെ PSC പരീക്ഷ കണ്ടക്ട് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു 2 വർഷം മിനിമം എടുക്കും. കാരണം ഇപ്പം വന്നതാണെങ്കിൽ നമുക്ക് ചിലപ്പം ഈ ഒരു വർഷത്തിലെ അവസാനത്തിലേക്കൊക്കെ പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം PSC ഇപ്പൊ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഈ വർഷത്തിന്റെ അവസാനത്തിൽ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇയറിൽ നമുക്ക് 2025 ഒരു മിഡില് കഴിയുമ്പോഴേക്കും ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 26 ആദ്യത്തിലൊക്കെ റാങ്ക് ലിസ്റ്റ്. അപ്പൊ നമുക്ക് അത്രയും കൂടെ സമയം നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ആ ഒരു കാലയളവിൽ വരുന്ന വേക്കൻസിയും കൂടെ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് കിട്ടും. പിന്നെ 3 വർഷമാണ് നമുക്കറിയാം ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്നുള്ളത്. അപ്പൊ ആ വാലിഡിറ്റി പീരീഡ് കഴിയുന്നത് വരെയുള്ള വേക്കൻസീസ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് ഇതിനകത്ത് നിന്ന് തന്നെയാണ്, ഈ ഒരു ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് നികത്താൻ പോകുന്നത്. അപ്പം ഇതൊക്കെയാണ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷനും സ്കെയിൽ ഓഫ് പേയും എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളത്. ഇപ്പൊ ബിടെക് ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ ഈ 2 ഡിഗ്രിയുള്ള ആളുകൾക്കാണ് ഇത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമുക്കറിയാം നമുക്ക് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഒന്നും നമുക്ക് കേരളത്തിലില്ല. അപ്പം അതിനോട് ഈക്വലന്റ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ട്. നമുക്ക് അപ്ലൈ ആസ് ഈക്വലന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ പോർട്ടലിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ അത് ഏതൊക്കെയാണ് അങ്ങനെ ഈക്വലന്റ് കോഴ്സുകൾ എന്നുള്ളത് നമുക്ക് അതിനകത്ത് തന്നെ നോട്ടിഫിക്കേഷന്റെ ഇതിൽ തന്നെ PSC തന്നിട്ടുണ്ട്.
അതിൽ ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും ബിടെക് ടെലികമ്മ്യൂണിക്കേഷനും ആണ് നമുക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇക്വലന്റ് ആയിട്ടുള്ളത് കോഴ്സുകളാണ് ഇതൊക്കെ. ബിടെക് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. അപ്പം ഇൻസ്ട്രുമെന്റേഷൻ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ആസ് ഇക്വലന്റ് കൊടുത്തിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് അപ്ലൈ ആസ് ഇക്വലന്റ് കൊടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉള്ള ആളുകൾക്ക് കൊടുക്കാവുന്നതാണ് നമ്മുടെ ട്രിപ്പിൾ ബ്രാഞ്ചിന്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകാർക്കും ഇതിന് ഇക്വലൻസി കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. എംടെക് പവർ സിസ്റ്റം ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എംടെക് പവർ ഇലക്ട്രോണിക്സ് ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗിന് ഹയർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ വരിക, എംടെക്കിൽ വരിക. അപ്പൊ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഇക്വലന്റ് കൊടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ ഇക്വലന്റ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ രണ്ട് ഡിഗ്രികൾ ബിഇ ആയിട്ട് പറ്റും. കേരളത്തിന്റെ പുറത്ത് പഠിച്ചിട്ടുള്ള ബിഇ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ബിടെക് ടെലികമ്മ്യൂണിക്കേഷൻ ഇക്വലൻസി കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതില് വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ബിടെക് ഇലക്ട്രിക്കലും നമ്മളുടെ കേരളത്തിലുള്ള ഡിഗ്രി പറയുകയാണെങ്കിൽ ട്രിപ്പിളിക്കാർക്കും ഇസിക്കാർക്കും നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതർ ബ്രാഞ്ചസിലുള്ള ആളുകൾ എംടെക് പവർ സിസ്റ്റംസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇക്വലൻസി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ക്വാളിഫിക്കേഷന്റെ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് അതിന്റെ പ്രീവിയസ് എക്സാമിനേഷൻ ഡീറ്റെയിൽസിലേക്ക് പോയി നോക്കാം. അപ്പൊ ഇതിന് മുന്നേ ഈ ഒരു സെയിം പോസ്റ്റിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് PWDയില് 2013 നോട്ടിഫിക്കേഷൻ കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ 2013 പബ്ലിഷ് ചെയ്ത ആ നോട്ടിഫിക്കേഷന്റെ എക്സാമിനേഷൻ നടത്തിയത് 2017 നോക്കി 4 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു എക്സാമിനേഷൻ തന്നെ കണ്ടക്ട് ചെയ്തത്. പക്ഷെ ഇപ്പം PSC അങ്ങനെയൊന്നും അല്ല. നോട്ടിഫിക്കേഷൻ വന്ന ആ ഒരു വർഷം തന്നെ നമുക്ക് എല്ലാ പരീക്ഷകളും കണ്ടക്ട് ചെയ്യുന്നതാണ് സാധാരണ രീതിയിൽ പതിവുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്രയും ഗ്യാപ്പ് ഒന്നും പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് കിട്ടില്ല. നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നു, ഇനി എക്സാമിനേഷന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്യട്ടെ എന്ന് കാത്തിരുന്നുകൊണ്ട് പഠിക്കാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് ഇത് ക്രാക്ക് ചെയ്ത് നമുക്ക് ആ ഒരു പോസ്റ്റ് ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ആദ്യം തന്നെ ചെയ്യേണ്ടത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. കാരണം നമുക്ക് വളരെ കുറഞ്ഞ ടൈം മാത്രമേ പ്രിപ്പയർ ചെയ്യാനായിട്ട് കിട്ടുള്ളൂ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനേഷൻ 2013 നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ട് 17 ഏപ്രിലാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തത്. അപ്പൊ ആ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പം അതിന്റെ കട്ട് ഓഫ് മാർക്ക് വന്നിരുന്നത് 38.67. അപ്പൊ 38.67 അതിലും കൂടുതൽ വരുന്നിട്ടുള്ള ആളുകളൊക്കെ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഇപ്പൊ OBC അല്ലെങ്കിൽ SC/ST റിസർവേഷൻ കാറ്റഗറിക്ക് കുറച്ചും കൂടിയും കുറവായിരിക്കും കട്ട് ഓഫ് ഉണ്ടാവുക. അതിനുശേഷം 2018 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിയ 38.67 മേളിലുള്ള എല്ലാവരും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ്. അപ്പൊ അതിൽ തന്നെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് 55.33 മാർക്കാണ്. അപ്പം എക്സാമിനേഷൻ എന്ന് പറയുന്നത് നല്ല ടൈറ്റ് തന്നെയായിരിക്കും. ഈ ഒരു 2013 ഈ ഒരു സമയത്തുള്ള പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. PSCയുടെ ഒരു ജനറൽ പാറ്റേൺ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ഡെഫിനിഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് വളരെ ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് റീസെന്റ് ആയിട്ട് ഒരു 2021 ആ ടൈമൊക്കെ ആയപ്പോഴേക്കും തന്നെ PSC അതിന്റെ പാറ്റേണിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, മാത്സ് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ, ന്യൂമറിക്കൽ ടൈപ്പ് ഒക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ടഫ്നെസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആവറേജ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു 40% ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതേപോലെ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് 2-3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിനകത്തുനിന്ന് ഏതൊക്കെയാണ് കറക്റ്റ് ഏതൊക്കെയാണ് റോങ്. അപ്പൊ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ പോരാ, ആ 3 കൺസെപ്റ്റും ശരിയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത് എഴുതാനായിട്ട് പറ്റുള്ളൂ.
ഓക്കെ. പിന്നെ മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും. അതിൽ തന്നെ നമുക്ക് ഇപ്പൊ ഒരു സൈഡിലുള്ള എ കോളത്തിൽ 4 ഓപ്ഷൻ 4 കാര്യങ്ങളാണ് ഉള്ളെങ്കിൽ ബി കോളത്തിൽ 5 ഒക്കെ തരും. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കറക്കിക്കുത്തൽ കുത്താനും കൂടെ പറ്റാത്ത രീതിയിലൊക്കെയാണ് ഓപ്ഷൻസ് സെറ്റ് ചെയ്യുക. അതുകൊണ്ട് എക്സാമിനേഷന് കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് പഠിച്ച് എല്ലാ ഭാഗങ്ങളും പഠിച്ചു പോകുന്ന ആളുകൾക്ക് മാത്രമാണ് നമുക്ക് ജോലിയിലേക്കുള്ള ജോലി കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഒരു വേഗമായിട്ട് പഠിച്ച് പോകുന്ന ആൾക്ക് ചിലപ്പോൾ ലിസ്റ്റിൽ കയറാൻ പറ്റിയേക്കാം. പക്ഷെ നല്ല റാങ്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു പോകണം. ഇനി നമ്മളുടെ കഴിഞ്ഞ ലാസ്റ്റ് ടൈം എക്സാമിനേഷനിൽ നിന്ന് 9 കാൻഡിഡേറ്റ്സിനാണ് അഡ്വൈസ് കൊടുത്തിട്ടുണ്ടായത്. അഡ്വൈസ് പോയിട്ടുള്ളത് 9 കാൻഡിഡേറ്റ്സ്. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉറപ്പായിട്ടും ഉണ്ടാകും. നോട്ടിഫിക്കേഷൻ വിളിച്ച സമയത്ത് എത്ര പോസ്റ്റ് ഉണ്ടായിരുന്നു, എത്ര വേക്കൻസി ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അവിടെ ഒരു വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഒരു വേക്കൻസി ഉള്ള പോസ്റ്റിലേക്ക് ഈ റാങ്ക് ഇത് വന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അതിനുശേഷം ഈ ലിസ്റ്റിൽ നിന്ന് 9 ആളുകൾക്ക് അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഇപ്പത്തെ ഈ കറണ്ട് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷനിൽ 2 വേക്കൻസിയാണ് നോട്ടിഫൈഡ് ആയിട്ടുള്ളത്. വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 2 വേക്കൻസിയാണ്. അപ്പൊ നമുക്ക് ഇത് പറഞ്ഞതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ആയി റാങ്ക് ലിസ്റ്റ് ആയി കഴിയുന്ന സമയത്ത് എന്താണെങ്കിലും ഒരു 10-15 വേക്കൻസിയിലേക്കൊക്കെ ചിലപ്പം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നമ്പർ ഓഫ് വേക്കൻസീസ് മൈൻഡ് ചെയ്യണ്ട. നല്ല രീതിയിൽ പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടോപ്പ് ലെവലിലേക്ക് റാങ്ക് കിട്ടുന്ന രീതിയിലേക്കൊക്കെ പഠിക്കണമെങ്കിൽ നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല ഒരു ചിട്ടയോട് കൂടിയുള്ള പഠനം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളെ എല്ലാ പോർഷനും പഠിച്ച് ഒന്നും വിടാതെ എല്ലാ സബ്ജക്റ്റുകളും പഠിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയാൽ തന്നെ നമുക്ക് ആ ഒരു ടോപ്പ് റാങ്കിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു എക്സാമിനേഷന്റെ സിലബസിലേക്കൊക്കെ പോകാം. അതിനെക്കാട്ടും മുന്നേ നമ്മൾ കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടു 2013 വിളിച്ച സമയത്ത് ഇതായിരുന്നു സ്കെയിൽ ഓഫ് പേ. 20,740 മുതൽ 36,140 വരെ. അതാണ് ഇപ്പൊ നമുക്ക് 55,200 മുതൽ 1,15,300 ആ ഒരു റേഞ്ചിലേക്ക് ആയിട്ടുള്ളത്. അപ്പൊ നല്ലൊരു ഹൈക്ക് തന്നെ അതാണ് നമ്മളുടെ സ്കെയിൽ ഓഫ് പേയിൽ ഉള്ളത്. നമുക്ക് ഇത് പോരാത്തതിന് അത് ഗസറ്റഡ് റാങ്കിലുള്ള ഒരു പോസ്റ്റും കൂടിയാണ്. നിങ്ങൾ എല്ലാവരും അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നല്ല രീതിയിൽ പഠിക്കാനായിട്ട്. അപ്പൊ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 55.33 ആണ്. ഇനി എക്സാമിനേഷൻ മാത്രം എക്സാമിനേഷൻ 100ലാണ് നമുക്ക് ടെസ്റ്റിന്റെ മാർക്ക് വരുന്നത്. ഇനി അത് കൂടാതെ നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടാകും. ഇന്റർവ്യൂ സാധാരണഗതിയിൽ 20 മാർക്കിനാണ് കണ്ടക്ട് ചെയ്യാറ്. അപ്പൊ 20ൽ നമുക്കൊരു മാർക്കും കൂടി ഉണ്ടാവും. അപ്പൊ 120ലാണ് നമ്മുടെ ടോട്ടൽ വരിക. അപ്പൊ അതില് ഫസ്റ്റ് റാങ്കിന് 67.33 ആണ് കിട്ടിയിട്ടുള്ളത്. ഏറ്റവും മെയിൻ ലിസ്റ്റ് ലാസ്റ്റ് റാങ്ക് 60 ആണ്. 60 പേരെയാണ് മെയിൻ റാങ്ക് ലിസ്റ്റിൽ മെയിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിൽ 60ാമത്തെ കിട്ടിയ കുട്ടിയുടെ മാർക്കാണ് 38.67 കട്ട് ഓഫ് മാർക്കാണ്. അപ്പൊ അവർക്ക് കിട്ടിയത് 49.67. ഓക്കെ. അപ്പം ഈ ഏറ്റവും ടോപ്പ് ലെവലിൽ നമുക്ക് നല്ല ഇപ്പൊ ഇതുണ്ട്. ഫസ്റ്റും സെക്കൻഡും തമ്മിൽ 4 മാർക്കോളം വ്യത്യാസമുണ്ട് അല്ലെ? 4 മാർക്കോളം വ്യത്യാസമുണ്ട്. പക്ഷെ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരുടെയും മാർക്കുകൾ ഏകദേശം ഒക്കെ ഒരേപോലെ ആയിരിക്കും. അപ്പൊ നമുക്ക് ടോപ്പ് ലെവലിൽ നല്ല മാർക്ക് തന്നെ മേടിക്കണം. ആവറേജ് ലെവലിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാകും, ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടാകും ആവറേജ് മാർക്ക് കിട്ടുന്ന ആ ഒരു റേഞ്ചിലുള്ളവര്. അപ്പൊ അതിൽ പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റിൽ പെട്ടു എന്ന് പറയുന്നത് മാത്രമേ നമുക്ക് നടക്കുകയുള്ളൂ. പക്ഷെ ജോലി കിട്ടാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു ടോപ്പ് 10ലേക്ക് വരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ആ രീതിയിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുവരികയും ചെയ്യണം. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ സിലബസ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇതില് നമ്മൾ സിലബസ് ഇപ്പൊ പറയുന്നത് നമ്മളുടെ കഴിഞ്ഞ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ 2013 എക്സാമിനേഷൻ വിളിച്ച സമയത്ത് PSC പബ്ലിഷ് ചെയ്ത ഒരു സിലബസ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഇപ്പൊ 2013 പബ്ലിഷ് ചെയ്തതായത് കാരണം തന്നെ അതിനകത്ത് 20 മാർക്കിന് നമുക്ക് ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ടെക്നിക്കൽ പോസ്റ്റുകളിലൊന്നും ജനറൽ ക്വസ്റ്റ്യൻസ് ഇല്ല. ഓക്കെ. അപ്പൊ മൊഡ്യൂൾ 1 to 8 നമുക്ക് ടെക്നിക്കൽ പേപ്പേഴ്സിൽ നിന്നുള്ളതും
അതുപോലെ ലാസ്റ്റ് മൊഡ്യൂള് ജനറൽ ആയിരുന്നു, റിനൈസൻസ്, ജനറൽ നോളജ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്രാവശ്യം അതുണ്ടാവില്ല, ആ 20 മാർക്കും കൂടെ നമ്മളുടെ ഈ ടെക്നിക്കലിലേക്കായിരിക്കാം. ഓക്കെ ആയി മിസ്സേ. സ്ക്രീൻ വന്നിട്ടില്ല. സ്ക്രീൻ വന്നില്ലേ? ഇപ്പൊ വന്നില്ലേ? ഇപ്പൊ ഓക്കെ ആണ്. ഇപ്പൊ സ്ക്രീൻ വന്നിട്ടുണ്ട്. ഫുൾ സ്ക്രീൻ നോക്കിയത്. കേട്ടില്ലായിരുന്നു? ഇവിടെ വരെയൊക്കെ പറഞ്ഞായിരുന്നോ? സിലബസിന്റെ പോർഷൻ ആയിരുന്നു. ഓക്കെ, അത് ചെറിയ ടെക്നിക്കൽ എറർ ആണ്, കണക്ഷൻ പോയതാണ് കേട്ടോ, സോറി. അപ്പൊ നമ്മളെ സിലബസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ പ്രീവിയസ് ടൈമിൽ ഈ സെയിം പോസ്റ്റിലേക്ക് എക്സാമിനേഷൻ PSC കണ്ടക്ട് ചെയ്ത സമയത്ത് തന്നിട്ടുള്ള സിലബസ് വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം PSC നമ്മളുടെ ഇപ്പൊ വിളിച്ച പരീക്ഷയ്ക്ക് ഒരു 3 മാസം മുന്നേ PSC ഒറിജിനൽ സിലബസ് പബ്ലിഷ് ചെയ്യും. ആ പബ്ലിഷ് ചെയ്യുന്ന സിലബസിൽ ചിലപ്പം ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം, ചില ടോപ്പിക്കുകൾ ഒഴിവാക്കുകയും ചില പുതിയ ടോപ്പിക്കുകൾ ആഡ് ചെയ്യുകയൊക്കെ ചെയ്തേക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ടൈമിൽ നമുക്ക് 3 മാസം കിട്ടും. ആ സമയത്ത് നമ്മൾ ഇപ്പം കവർ ചെയ്യാത്ത പോർഷൻസ് ആ സമയത്ത് നമ്മൾ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ സ്റ്റഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്യും, നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രീവിയസ് സിലബസ് വെച്ചിട്ട് ടെക്നിക്കൽ പേപ്പറിൽ നമുക്ക് 8 മൊഡ്യൂളാണ് ഉണ്ടായിരുന്നത്. ഇപ്പം പ്രീവിയസ് പേപ്പറിൽ നമുക്കറിയാം 2013 വിളിച്ച പരീക്ഷ ആയത് കാരണം അന്നൊക്കെ നമുക്ക് ടെക്നിക്കൽ പേപ്പേഴ്സിൽ ജനറൽ GKയും അതുപോലെ തന്നെ റിനൈസൻസ് ഇൻ കേരള അങ്ങനത്തെ ടോപ്പിക്കുകളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 20 മാർക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്കറിയാം PSC ടെക്നിക്കൽ പേപ്പറിലൊന്നും ജനറൽ നോളജ് ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. അപ്പൊ ആ 20 മാർക്കും കൂടെ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പം ഇപ്പം നിലവിൽ ഉള്ള ആ ഒരു ഓരോ സബ്ജക്റ്റിന് ഒരു വെയിറ്റേജ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതിൽ ഈ 20 മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്ന ആ ഒരു കാര്യം കൂടെ നമുക്ക് ഉണ്ടാകും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ സിലബസ് നോക്കുന്ന സമയത്ത് 8 മോഡ്യൂളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ മോഡ്യൂളിൽ നമ്മൾ നമ്മളുടെ BTechന്റെ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, നമ്മളുടെ ലോസ് ഇല്ലെ, കിർച്ചോഫ് ലോ, കിർച്ചോഫ് കറന്റ് ലോ, വോൾട്ടേജ് ലോ, ഓംസ് ലോ, പിന്നെ തെവനിയൻസ് നോർട്ടൺസ് തിയറംസ്, സൂപ്പർ പൊസിഷൻ, അങ്ങനെയുള്ള തിയറംസ്, പിന്നെ ബേസിക് ഇലക്ട്രിക്കൽ ടേംസ് ഒക്കെ ഇല്ലേ, കറണ്ട്, വോൾട്ടേജ്, പവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് ഈ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അതിന്റെ കൂടെ തന്നെ EMFT, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറി ഉണ്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ കവർ ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ സ്ട്രീമുകാർക്കും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് സ്ട്രീമിലുള്ള കുട്ടികൾക്കും ഒരേപോലെ പഠിക്കാനുള്ള ഒരു പേപ്പറാണ് EMFT. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് EMFT. അപ്പൊ അതും നമ്മളുടെ ഡെപ്തിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാ ടോപ്പിക്കുകളും തന്നെ നമുക്ക് അതിനകത്ത് ഏകദേശം ഉണ്ട്. ഞാൻ ഡീറ്റെയിൽഡ് സിലബസ് കാണിക്കാം. ഓക്കെ, ഇനി മൊഡ്യൂൾസ് 2 നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ്. AC മെഷീൻസ്, DC മെഷീൻസ് ഒക്കെ, ജനറേറ്റർ, മോട്ടോർ, ട്രാൻസ്ഫോമർ, അങ്ങനെയുള്ള സിങ്ക്രണസ് മെഷീൻസ്, അങ്ങനെയുള്ള മെഷീൻസ് ഒക്കെയാണ് നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇത് ഇലക്ട്രിക്കൽക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഈസി ആയിരിക്കും, ഇലക്ട്രോണിക്സുകാർക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള പോർഷൻ തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ടഫ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കും. മൊഡ്യൂൾ 3ക്ക് പവർ സിസ്റ്റംസ് ആണ് ആദ്യത്തെ ഉള്ളത്. നമ്മുടെ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഇല്ലേ, അപ്പൊ അതിൽ നമുക്ക് വരുന്നതാണ് പവർ സിസ്റ്റംസ്. അതുപോലെ തന്നെ കൺട്രോൾ സിസ്റ്റംസ്. ഈ രണ്ട് സബ്ജക്റ്റുകളാണ് നമുക്ക് മൊഡ്യൂൾ 3യിൽ കവർ ചെയ്യാനായിട്ടുള്ളത്. മൊഡ്യൂൾ 4ൽ വന്നിട്ട് നമ്മളുടെ മെഷർമെന്റ്സ്, നമ്മൾ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, സെക്കൻഡ് ഇയറിലാണ് നമ്മൾ ഈ മെഷർമെന്റ്സ് പഠിക്കുക. നമ്മളുടെ ഇലക്ട്രോണിക് മെഷർമെന്റ്സ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇല്ലേ, വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, CRO, അങ്ങനെയുള്ള മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മെഷർമെന്റിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്, ഇതൊക്കെയാണ് നമുക്ക് മൊഡ്യൂൾ 4ൽ ആദ്യത്തെ പോർഷനിൽ. പിന്നെ അതിന്റെ ലാസ്റ്റ് പോർഷനിലേക്ക് ചെറുതായിട്ട് ഇലക്ട്രിക്കൽ എർത്തിങ്ങിന്റെ പോർഷൻസും അതുപോലെ തന്നെ ഇലുമിനേഷൻ, ടൈപ്സ് ഓഫ് ഇലുമിനേഷൻ, ലോസ് ഓഫ് ഇലുമിനേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ലാസ്റ്റിലേക്ക് നമുക്ക് നോക്കാനുണ്ട് മൊഡ്യൂൾ 4ന്റെ. 5th മൊഡ്യൂൾ ആകുമ്പോഴേക്കും നമ്മളുടെ അനലോഗ് ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ LIC, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സും, ഇതാണ് നമുക്ക് 5th മൊഡ്യൂളിൽ നോക്കാനായിട്ടുള്ളത്. നമ്മളുടെ അനലോഗ് ഇലക്ട്രോണിക്സിലെ നമ്മളുടെ ഡയോഡ്,
അതുപോലെ തന്നെ ട്രാൻസിസ്റ്റർ സർക്യൂട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ആംപ്ലിഫയേഴ്സ്, പിന്നെ ഓസിലേറ്റേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ നമുക്ക് ഓപ്പാമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി 6th മൊഡ്യൂളിൽ നമുക്ക് ഡിജിറ്റൽ സർക്യൂട്ട്സ്, നമ്മളുടെ നമ്പർ സിസ്റ്റംസ്, ഗേറ്റ്സ്, അതുപോലെ തന്നെ ഡിജിറ്റൽ സീക്വൻഷ്യൽ സർക്യൂട്ട്സ്, കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. 7th മൊഡ്യൂളിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. 8th മൊഡ്യൂളിൽ പവർ ഇലക്ട്രോണിക്സ്, നമ്മളുടെ പവർ ഡിവൈസസ്, SCR, IGBT, അങ്ങനെയുള്ള ഡിവൈസുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് 8th മൊഡ്യൂൾ. പിന്നെ നമുക്ക് ഓരോ മോഡ്യൂളിലും എന്തൊക്കെയാണ് എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം സിലബസ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് നോക്കാൻ ഞാൻ പറഞ്ഞ ആദ്യത്തെ പോർഷൻ ബേസിക് ഇലക്ട്രിക്കലാണ്. നമ്മൾ BEE, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതില് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ, കറണ്ട് ലോ, പിന്നെ നോഡൽ അനാലിസിസ്, മെഷ് അനാലിസിസ്, പിന്നെ ACDCയിലെ ട്രാൻസിയന്റ് റെസ്പോൺസ്, അതായത് നമ്മളുടെ ഓരോ നെറ്റ്വർക്ക് ഉണ്ടാവുമല്ലോ, RC നെറ്റ്വർക്ക്, അതുപോലെ തന്നെ RL നെറ്റ്വർക്ക്, അങ്ങനെയൊക്കെ. ഇനി ഈ നെറ്റ്വർക്കിലൊക്കെ നമ്മൾ സൈനസോയിഡൽ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസ്, ആ സിസ്റ്റത്തിന്റെ റെസ്പോൺസ് എന്തായിരിക്കും, അതാണ് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ടുള്ളത്. പിന്നെ റെസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴാണ് ഒരു സർക്യൂട്ട് റെസൊണൻസിലാവുക. പിന്നെ അതിനുശേഷം നമ്മൾ ഫിൽട്ടേഴ്സ്, പാസീവ് ഫിൽട്ടേഴ്സ്, RC ഫിൽട്ടർ, RLC ഫിൽട്ടർ, LC ഫിൽട്ടർ, അതൊക്കെയാണ് നമുക്ക് ഈ ഫിൽട്ടേഴ്സിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. പിന്നെ ഐഡിയൽ കറണ്ട് സോഴ്സ്, ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. ഇനി അത് വെച്ചിട്ട് നമുക്ക് തിയറംസ് ഉണ്ട്, തെവനിയൻസ് തിയറംസ്, നോർട്ടൺസ് തിയറംസ്, സൂപ്പർ പൊസിഷൻ, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, ഇതൊക്കെ. ഇനി അതിന്റെ ലാസ്റ്റിലേക്ക് നമ്മൾ 2 പോർട്ട് നെറ്റ്വർക്ക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ 2 പോർട്ട് നെറ്റ്വർക്കിൽ നമുക്ക് 4 പാരാമീറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ, എസ് പാരാമീറ്റർ, ആ കാര്യങ്ങളൊക്കെ, എസ് പാരാമീറ്റർ, വൈ പാരാമീറ്റർ, ABCD, അതൊക്കെ. ഇനി 3 ഫേസ് സർക്യൂട്ട്സ്, അതിൽ പവറും പവർ ഫാക്ടറും, അതായത് AC അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്യുവർ റെസിസ്റ്ററിൽ, പ്യുവർ ഇൻഡക്ടറിൽ, പ്യുവർ കപ്പാസിറ്ററിൽ, കോമ്പിനേഷൻസിൽ, അതൊക്കെ AC അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവിയർ എന്നുള്ള, അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈ ഇത്രയും പോർഷൻസ് എന്ന് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള എല്ലാ, നമ്മുടെ ഇലക്ട്രിക്കൽ ആണെങ്കിലും ഇലക്ട്രോണിക്സുകാരാണെങ്കിലും ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇനി അതിന്റെ കൂടെ തന്നെ നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറിയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറി ഇത് കുറച്ച് ഡെപ്ത് ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ 2 കൂട്ടരും ഇത് പഠിച്ചിട്ടുള്ളതാണ്. നമ്മളൊരു 5th സെമസ്റ്റർ ഒക്കെ ആവുന്ന സമയത്താണ് നമുക്ക് EMFT പഠിക്കാനായിട്ടുണ്ടാവുക. അപ്പൊ അതില് കുളംസ് ലോ ഉണ്ട്, കുളംസ് ലോ, പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണ് E എന്നുള്ളത്, അതുപോലെ തന്നെ ഫ്ലക്സ് ഡെൻസിറ്റി, അതിന്റെ ഇക്വേഷൻസ്, അതിന്റെ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ, അതൊക്കെ നോക്കണം. പിന്നെ ഗോസ് ലോ എന്താണെന്ന് നോക്കണം, ഡൈവേർജൻസ്, പിന്നെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പൊട്ടൻഷ്യൽ, ഒരു ചാർജ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനുള്ള എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു ലൈൻ ചാർജ് ആണെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നോക്കണം. പ്ലെയിൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കണം, അതായത് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അതിനെയാണ് സ്ഫെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതെല്ലാം മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻസ് അതെന്താണെന്നുള്ളത്, അത് വെച്ചിട്ട് ചിലപ്പോൾ പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചേക്കാം. ഓക്കെ. ഇനി ഇഫക്റ്റ് ഓഫ് ഡയലക്ട്രിക് മീഡിയം, ഡയലക്ട്രിക് മീഡിയത്തിന്റെ എഫക്ട് ഇലക്ട്രിക് ഫീൽഡിനൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കണം. ഇനി കപ്പാസിറ്റൻസ് ഓഫ് സിമ്പിൾ കോൺഫിഗറേഷൻസ്, അതായത് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള സിലിണ്ടറിക്കൽ ഇതാണെങ്കിൽ അതിന്റെ കപ്പാസിറ്റൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി അതുപോലെ തന്നെ ബയോട്ട് സാവാർട്സ് ലോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ ആംപിയർ സർക്യൂട്ടൽ ലോ, വാട്ട് ഇസ് മീൻ ബൈ കേൾ എന്താണ്, അതിന്റെ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് നോക്കണം. പിന്നെ ഫാരഡേസ് ലോസ്, പിന്നെ ലോറൻസ് ഫോഴ്സ്, പിന്നെ ഇൻഡക്റ്റൻസ്, MMF, റിലക്റ്റൻസ്, മാഗ്നറ്റിക് സർക്യൂട്ട്സ്, സെൽഫ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദ കോൺഫിഗറേഷൻ. അപ്പൊ ഇതില് ഇവിടെ തൊട്ട് ഫാരഡേസ് ലോസ് തൊട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. നമ്മളുടെ AC സർക്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഒരു ടോപ്പിക്കുകളിലാണ് ഇതൊക്കെ വരുന്നത്. ഇവിടെ വരെ നമുക്ക് EMFTയുടെ കോറാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പം ചെറിയ സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെയുള്ള രീതിയിലും ഇക്വേഷൻസ് ഒക്കെ വരുന്നതാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ EMFT സബ്ജക്റ്റുകളിൽ നിന്ന് നമ്മൾ നോക്കി പഠിക്കണം. പിന്നെ കൂടുതലായിട്ടും നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇതിനകത്തൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം.
ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ വന്നിട്ട് മെഷീൻസ് ആണ്, ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ്, AC ആൻഡ് DC മെഷീൻസ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യം AC മെഷീൻസിൽ വരുന്നതാണ് ട്രാൻസ്ഫോമർ. ഇപ്പൊ ട്രാൻസ്ഫോമർ, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത എന്താണ്? ട്രാൻസ്ഫോമർ എന്താണ് ചെയ്യുന്നത്? വോൾട്ടേജും കറണ്ട് കൺവേർഷൻ ആണ് നടക്കുന്നത് അല്ലെ. ലോ വോൾട്ടേജിനെ ഹൈ വോൾട്ടേജ് ആക്കാനും ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആക്കാനും ഒക്കെ നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നു. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ്? അതിന്റെ ഈക്വലന്റ് സർക്യൂട്ട് എന്താണ്? ട്രാൻസ്ഫോമറിന്റെ ഫേസർ ഡയഗ്രാം എങ്ങനെയാണ്? ട്രാൻസ്ഫോമറിൽ ഉള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ റെഗുലേഷന്, അതിന്റെ എഫിഷ്യൻസി, ഇതൊക്കെ നമ്മൾ നോക്കും. ഇനി 3 ഫേസ് ട്രാൻസ്ഫോമേഴ്സ്, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ അതുപോലെ തന്നെ 3 ഫേസ് ട്രാൻസ്ഫോമർ, അതിന്റെ കണക്ഷൻ, അതിന്റെ പാരലൽ ഓപ്പറേഷൻ, പിന്നെ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമറിൽ ഓട്ടോ ട്രാൻസ്ഫോമർ എന്താണ്, എനർജി കൺവേർഷൻ പ്രിൻസിപ്പിൾ ട്രാൻസ്ഫോമറിന്റെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്ഫോമറിൽ നിന്ന് നോക്കാനുണ്ട്. അതിനുശേഷം DC മെഷീൻസ് വന്നിട്ടുണ്ട്, അതിന്റെ ടൈപ്സ്, പിന്നെ വൈൻഡിങ്സ്, ലാപ്പ് വൈൻഡിങ്, വേവ് വൈൻഡിങ്, അങ്ങനെയൊക്കെയുള്ള വൈൻഡിങ്സിനെ പറ്റിയിട്ട്, ജനറേറ്റർ ക്യാരക്ടറിസ്റ്റിക്സ്, DC മെഷീൻ, ജനറേറ്റർ, പിന്നെ AC ജനറേറ്റർ, DC ജനറേറ്റർ ഒക്കെ ഉണ്ടാവും, അത് പഠിക്കാൻ. ആർമേച്ചർ റിയാക്ഷൻ എന്താണ്, കമ്മ്യൂട്ടേഷൻ എന്താണ്, പിന്നെ സ്റ്റാർട്ടിംഗ് ടോർക്ക്, അതുപോലെ തന്നെ സ്പീഡ് കൺട്രോൾ ഓഫ് മോട്ടോഴ്സ്. ഇനി 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ നോക്കാനുണ്ട്, അതുപോലെ തന്നെ അതിന്റെ പെർഫോമൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് നോക്കാനുണ്ട്, സിങ്ക്രണസ് മെഷീൻസ് നമുക്ക് പഠിക്കാനുണ്ട്, സെർവോ ആൻഡ് സ്റ്റെപ്പർ മോട്ടോർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതിൽ മൊത്തമായിട്ട് മെഷീൻസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. മെഷീൻസിനെ കുറിച്ചിട്ട് ഇത് കുറച്ച് ഇലക്ട്രിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ഇലക്ട്രോണിക്സുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയുള്ളതായിരിക്കും. അപ്പൊ ഇത് നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് പഠിച്ച് പോവേണ്ട തന്നെ ടോപ്പിക്കാണ്. കുറച്ച് ടൈം എടുത്ത് തന്നെ പഠിച്ച് പോവേണ്ട ടോപ്പിക്കാണ്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് സെക്കൻഡ് മോഡ്യൂൾ. ഇനി തേർഡ് മോഡ്യൂളിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത് ഒന്ന് പവർ സിസ്റ്റവും രണ്ടാമത്തത് കൺട്രോൾ സിസ്റ്റവുമാണ്. പവർ സിസ്റ്റവും കൺട്രോൾ സിസ്റ്റം. അപ്പൊ പവർ സിസ്റ്റം ഇലക്ട്രിക്കലുകാർ പഠിക്കുന്നതാണ്. പവർ സിസ്റ്റം അതിൽ ബേസിക് പവർ ജനറേഷൻ പ്രിൻസിപ്പിളും ഡിസ്ട്രിബ്യൂഷനുമാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. സോ ബേസിക് പവർ ജനറേഷൻ കൺസെപ്റ്റ്സ്, ട്രാൻസ്മിഷൻ ലൈൻ മോഡല്, അതിന്റെ പെർഫോമൻസ്, കേബിൾ പെർഫോമൻസ്, ഇൻസുലേഷൻ, കൊറോണ എന്താണ്, റേഡിയോ ഇന്റർഫറൻസ്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വരുന്ന സമയത്ത് പെർ യൂണിറ്റ് ക്വാണ്ടിറ്റീസ്, ബസ് ഇംപിഡൻസ്, അഡ്മിറ്റൻസ് മെട്രിസസ്. അപ്പം ബേസിക്കലി ഈ പവർ സിസ്റ്റത്തിൽ നമുക്ക് ഇലക്ട്രിക്കൽ പവർ ജനറേഷനും ഡിസ്ട്രിബ്യൂഷനും ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇലക്ട്രിക്കലിന്റെ ഫാക്കൽറ്റീസ് ആയിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പൊ ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ ലാസ്റ്റ് സെമസ്റ്ററുകളിലൊക്കെ പഠിക്കുന്ന സബ്ജക്റ്റുകളാണ്, കുറച്ച് അഡ്വാൻസ്ഡ് ടോപ്പിക്കുകളാണ്. ഇത് ഈ പവർ സിസ്റ്റം ആക്ച്വലി ഇലക്ട്രോണിക്സിൽ വരുന്ന കാൻഡിഡേറ്റ്സ് പഠിക്കാറില്ല. ആക്റ്റീവ് പേപ്പറുകൾ ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ മാത്രമേ ഇത് പഠിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ കൺട്രോൾ സിസ്റ്റം അങ്ങനെയല്ല. കൺട്രോൾ സിസ്റ്റം രണ്ടു കൂട്ടർക്കും നമ്മളുടെ കോർ പേപ്പർ ആയിട്ട് തന്നെ പഠിക്കാനുള്ളതാണ്. അപ്പൊ അതില് ബേസിക് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഇതുണ്ട്, ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ ടെക്നിക്സ്, അത് അങ്ങനെയുണ്ട്. ഇനി നമ്മൾ സ്റ്റേറ്റ് റെസ്പോൺസും അതുപോലെ തന്നെ അതിന്റെ ട്രാൻസിയന്റ് റെസ്പോൺസും ഒക്കെ നോക്കാനുണ്ട്. പിന്നെ സ്റ്റെബിലിറ്റിയിലേക്ക് വരുമ്പോൾ റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ ഉണ്ട്, നിക്വിസ്റ്റ് ടെക്നിക്സ് ഉണ്ട്, ബോഡെ പ്ലോട്ട് ഉണ്ട്, റൂട്ട് ലോക്കസ് മെത്തേഡ് ഉണ്ട്, കോമ്പൻസേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്, സ്റ്റേറ്റ് സ്പേസ് മോഡൽ. അത്യാവശ്യം എല്ലാം ഇപ്പം നമ്മൾ 4 മോഡ്യൂളായിട്ട് നമ്മളുടെ കോഴ്സിൽ പഠിക്കുന്നതൊക്കെ ഒരു ലൈനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. കൺട്രോളബിലിറ്റി, ഒബ്സർവബിലിറ്റി എല്ലാം പഠിക്കാനുണ്ട്. ഓക്കെ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയുള്ള സിലബസ് തന്നെയാണ് ഈ ഒരു PWD അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ സിലബസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് മെഷർമെന്റ്സ് ആണ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെന്റ്സ്. ഓക്കെ, അപ്പൊ ഇതില് ബ്രിഡ്ജസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രിഡ്ജസ് ഉണ്ട്, പൊട്ടൻഷ്യോമീറ്റേഴ്സ് ഉണ്ട്, പിന്നെ പെർമനന്റ് മൂവിങ് കോയില് മൂവിങ് ആയ മീറ്റേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാനുണ്ട്. പിന്നെ ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, വോൾട്ടേജ്, കറണ്ട്, പവർ, എനർജി, ഇതെല്ലാം മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള അതിന്റെ. ഇനി ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സ്, വോൾട്ട് മീറ്റർ, മൾട്ടിമീറ്റർ, ക്യൂ മീറ്റേഴ്സ്, പിന്നെ നമ്മളുടെ CRO, പിന്നെ പൊട്ടൻഷ്യോമെട്രിക് റെക്കോർഡേഴ്സ്, എറർ അനാലിസിസ്, ഇതൊക്കെയാണ്. ഇത് നമ്മൾ ഇൻസ്ട്രുമെന്റേഷൻ കാര് ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ടാകും, അല്ലാത്തവരൊക്കെ ഒരു പേപ്പറായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രോണിക് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്ട്.
ഇനി അതിന്റെ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് എർത്തിങ് ടെക്നിക്സ് ആണ്. എർത്തിങ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക്കൽ എർത്തിങ്, പിന്നെ എർത്ത് റെസിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്താണ്, ഈ ഇലക്ട്രിക്കൽ ഇൻസുലേഷനെ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന്റെ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇലുമിനേഷൻ, മെഷർമെന്റ് ഓഫ് ലൂമിനസ് ഇന്റൻസിറ്റി, ഇന്റഗ്രേറ്റിംഗ് സ്പിയേഴ്സ്, ഇതൊക്കെ ഇലുമിനേഷനിലേക്ക് വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ എർത്തിങ്ങും ഇലുമിനേഷനും നമ്മൾ ഈ രണ്ടാമത്തെ പോർഷനായിട്ടും ആദ്യത്തെ പോർഷനിൽ നമ്മൾ മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചിട്ടുമാണ് 4ാമത്തെ മൊഡ്യൂളിൽ നോക്കുന്നത്. ഇനി 5th മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനലോഗ് ആൻഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. ഇപ്പൊ അനലോഗ് ഇലക്ട്രോണിക്സ് നമ്മൾ പഠിച്ചിട്ടുള്ള ഡയോഡിന്റെ സർക്യൂട്ടുകൾ, BJT സർക്യൂട്ട്, മോസ്ഫെറ്റ് അതിന്റെ സർക്യൂട്ടുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പം ഡയോഡിന്റെ നമ്മൾ സിമ്പിൾ ഡയോഡ് സർക്യൂട്ട്സ് നമ്മൾ നോക്കും, ക്ലിപ്പിംഗ്, ക്ലാമ്പിംഗ്, റെക്ടിഫയർ ഒക്കെ. അതിനുശേഷം ആംപ്ലിഫയേഴ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, BJT വെച്ചിട്ടുള്ളത്, പിന്നെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ്. പിന്നെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിലേക്ക് വരുമ്പോൾ ഓപ്പാമ്പിന്റെ ഐഡിയൽ ഓപ്പാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ബാൻഡ് വിഡ്ത്ത് ആൻഡ് പെർഫോമൻസ് ഓഫ് ഓപ്പാമ്പ് ആംപ്ലിഫയേഴ്സ്. പിന്നെ അതിനുശേഷം നമ്മളുടെ സൈനുസോയിഡൽ ഓസിലേറ്റർ ക്രൈറ്റീരിയ ഫോർ ഓസിലേഷൻ, അതായത് ബാർക്കൗസൻ ക്രൈറ്റീരിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക്. ലാസ്റ്റിലേക്ക് നമ്മൾ ഫംഗ്ഷൻ ജനറേറ്റർ, വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, 555 ടൈമേഴ്സ്, പിന്നെ ഫേസ് ലോക്കൽ ലൂപ്പ്, അതിന്റെ പ്രിൻസിപ്പിൾസ്, അപ്ലിക്കേഷൻസ് ഒക്കെ. അപ്പൊ ഇത് ബേസിക് ആയിട്ടുള്ള അനലോഗ് ആൻഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്, LICയും അനലോഗ് ഇലക്ട്രോണിക്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള മൊഡ്യൂളാണിത്. അടുത്ത മൊഡ്യൂളിൽ നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ്. നമ്മുടെ നമ്പർ സിസ്റ്റംസ്, ഗേറ്റ്സ്, അതുപോലെ തന്നെ കോമ്പിനേഷണൽ സർക്യൂട്ട്സ്, അതുപോലെ സീക്വൻഷ്യൽ സർക്യൂട്ട്സ്, അതിൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ലാച്ചസ്, ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഓക്കെ, ഇനി അതിന്റെ ലാസ്റ്റിലേക്ക് നമ്മളുടെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഉണ്ട്, പിന്നെ സെമി കണ്ടക്ടർ മെമ്മറീസ് ഉണ്ട്, പിന്നെ ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ, FPGA ബേസിക്സും കൂടെ നോക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ട്സിൽ നമ്മൾ നോക്കാനായിട്ടുള്ളത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് നെക്സ്റ്റ് മൊഡ്യൂളിൽ, 7th മൊഡ്യൂളിൽ. അപ്പൊ ഇതിൽ നമുക്ക് അനലോഗ് കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സുകളും ഉണ്ട്. ഇപ്പൊ അനലോഗില് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് ഡിമോഡുലേഷൻ, അതെല്ലാം പഠിക്കാനുണ്ട്. പിന്നെ റിസീവറിനെ പറ്റിയിട്ട്, സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ സിഗ്നൽ ടു നോയിസ് റേഷ്യോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, AM, FM, അതൊക്കെ. ഇനി ഇൻഫർമേഷൻ തിയറിയുടെ ചെറിയ പോർഷൻസ്, അതിന്റെ ഫണ്ടമെന്റൽസ് നമുക്ക് നോക്കാനുണ്ട്. ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിങ്, ചാനൽ കപ്പാസിറ്റി തിയറം ഒക്കെ ഇല്ലേ, ആ ഒരു കാര്യങ്ങളൊക്കെ. ഇനി അതിനുശേഷം നമ്മൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PCM തൊട്ട് PCM, DPCM, ഡെൽറ്റ മോഡുലേഷൻസ്, പിന്നെ നമ്മൾ ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസിലേക്ക് വരുമ്പോഴത്തേക്ക് ASK, PSK, FSK, പിന്നെ ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസും ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് സിസ്റ്റംസ്. പിന്നെ അതിനുശേഷം ഇതിന്റെ ഓപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാണ്. മാക്സ്വെൽസ് ഇക്വേഷൻ, പിന്നെ വേവ് ഇക്വേഷൻ, പോയിന്റിംഗ് വെക്ടർ, ട്രാൻസ്മിഷൻ ലൈൻസ്, ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ്, പിന്നെ ഇംപെഡൻസ് ട്രാൻസ്ഫോർമേഷൻ, പിന്നെ ആന്റിന, ഡൈപോള്, ആന്റിനേസിൽ ഡൈപോൾ ആന്റിനാസും ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ റേഡിയേഷൻ പാറ്റേണും ആന്റിനയുടെ പാരാമീറ്റർ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഇതിൽ അനലോഗ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിങ്ങിന്റെ ബേസിക്സ് ഉണ്ട്, പിന്നെ റേഡിയേഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നിട്ടുള്ള സബ്ജക്റ്റുകളുടെ ബേസിക് ആന്റിന ഡീറ്റെയിൽസ് ഒക്കെ, അതുമൊക്കെ നമുക്ക് നോക്കാനായിട്ടുണ്ട്. അപ്പൊ ഇതും അത്യാവശ്യം വെയിറ്റേജ് ആയിട്ടുള്ള സബ്ജക്ട് തന്നെയായിരിക്കും. നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇതിനകത്ത് തന്നിട്ടില്ല. ഇപ്പം PSC എല്ലാ മോഡ്യൂളുകൾക്കും വെയിറ്റേജ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറയാറുണ്ട്. നമ്മളുടെ ഒറിജിനൽ സിലബസ് വരുമ്പോൾ അതിനകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓരോ മോഡ്യൂളിനും എത്ര ഉണ്ടാവും എന്നുള്ളത് ഉണ്ടാകും. അപ്പൊ നമുക്കും പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, സിലബസ് വന്നതിന് ശേഷം കൂടുതൽ വെയിറ്റേജ് വരുന്ന മോഡ്യൂള് നമുക്ക് നല്ല രീതിയിൽ കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അടുത്ത ലാസ്റ്റ് മൊഡ്യൂളിൽ 8ാമത്തെ മൊഡ്യൂളിൽ പവർ ഇലക്ട്രോണിക്സ് ആണ്. പവർ ഇലക്ട്രോണിക്സ് ആണ് ഇതിനകത്ത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇതില് ഡയാക്ക്, SPR, ട്രയാക്ക്, പവർ മോസ്ഫെറ്റ്, IGBT, ഇതൊക്കെ. അപ്പൊ പവർ ഡിവൈസ് വെച്ചിട്ടുള്ള റെക്ടിഫയേഴ്സ്, ഫിൽട്ടേഴ്സ്, ഇതൊക്കെ. പിന്നെ കൺവേർട്ടേഴ്സ് ഉണ്ട്, DC to DC കൺവേർട്ടർ, DC to AC, പിന്നെ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതിനകത്ത് ലാസ്റ്റിലേക്ക് SMPS-ഉം DC മോട്ടോർ കൺട്രോളും AC മോട്ടോർ കൺട്രോളും ഒക്കെയാണ് വരുന്നത്. പവർ ഇലക്ട്രോണിക്സിന്റെ പോർഷനാണ് നമുക്ക് ലാസ്റ്റ് ടെക്നിക്കൽ
സൈഡിൽ നിന്ന് നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ കഴിഞ്ഞ തവണത്തെ സിലബസിൽ തന്നിട്ടുള്ളത്. ഇത്രയുമാണ് ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറയുന്നത്. ഇനി അഡീഷണൽ ആയിട്ട് ചിലപ്പം ചില സബ്ജക്റ്റുകളൊക്കെ അല്ലെങ്കിൽ ചില ടോപ്പിക്കുകളൊക്കെ ആഡ് ആക്കിയേക്കാം, അല്ലെങ്കിൽ ചിലത് നമുക്ക് ഇതിനകത്ത് നിന്ന് എലിമിനേഷൻ വന്നേക്കാം. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പോകില്ല. നമുക്ക് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇല്ലേ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, അനലോഗ് ഇലക്ട്രോണിക്സ്, EMFT ഒക്കെ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോകില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർക്ക് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് നമ്മളുടെ കോഴ്സിൽ നമ്മൾ കോർ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതൊന്നും ഒരിക്കലും എന്തായാലും എലിമിനേഷന് വരില്ല പുതിയ സിലബസ് വരുന്ന സമയത്ത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഫറൻസ് ഒക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ചെയ്ത് പഠിക്കാനായിട്ട് JP ഗുപ്തയുടെ ഒരു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഒബ്ജക്റ്റീവ് ബുക്ക് ഉണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്ക് തന്നെയാണ്. ലോ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തൊട്ട് ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ അതിനകത്ത് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് നമ്മളുടെ ഇങ്ങനെയൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കൺസെപ്റ്റ് നമ്മൾ തറവാക്കിയിട്ട് നമ്മൾ MCQs ചെയ്ത് പഠിക്കണം. ധാരാളം ഒരു ടോപ്പിക് നമ്മൾ എടുക്കുകയാണ്, ഡയോഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ പഠിക്കാൻ എടുക്കുകയാണെങ്കിൽ ആ ഡയോഡിന്റെ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക, ഡയോഡ് വെച്ചിട്ടുള്ള സർക്യൂട്ടുകൾ എങ്ങനെയാണ് അതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ കുറെ അധികം MCQs ചെയ്ത് നോക്കുക. ഇപ്പൊ ഡയോഡിന്റെ ബേസിക് കൺസെപ്റ്റ് ആണെങ്കിൽ അതിൽ നിന്നുള്ള MCQ, ഡയോഡ് സർക്യൂട്ടുകൾ, ക്ലിപ്പിംഗ് എടുക്കുകയാണെങ്കിൽ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് തന്നെ ആ പോർഷനിൽ നിന്ന് നമുക്ക് എത്രത്തോളം MCQs കിട്ടുമോ അത്രത്തോളം MCQs ആ പോർഷൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ചെയ്ത് പോവുക. ഓക്കെ. അങ്ങനെ ഓരോ ടോപ്പിക്കുകളും ഓരോ സബ്ജക്റ്റിന്റെ ഓരോ ടോപ്പിക്കുകളും നിങ്ങൾ എടുത്തിട്ട് അതിനകത്ത് നിന്ന് കിട്ടാവുന്നത്ര MCQs നിങ്ങൾ എടുത്ത് ചെയ്യുക. ഇനി അതിനുശേഷം നമ്മൾക്ക് ഇപ്പം ഓരോ സബ്ജക്റ്റുകൾക്കും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പഠിക്കുന്ന സമയത്ത് എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും വാങ്ങി വായിക്കലൊന്നും നടക്കൊന്നുമില്ല. അപ്പൊ പക്ഷെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ പഠിച്ചു പോകുന്ന സമയത്ത് ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ റെഫറൻസ് ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റുകൾക്കും ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ട്. നിങ്ങൾ ഏതാണോ നിങ്ങളുടെ കോഴ്സിൽ ഫോളോ ചെയ്തിരുന്ന ടെക്സ്റ്റ് ബുക്ക് അത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ചില ബുക്കുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ അനലോഗ് ഇലക്ട്രോണിക്സിന് നമുക്ക് റോബർട്ട് ബോയ്സ്റ്റഡിന്റെ ബുക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനും ഇലക്ട്രിക്കൽ മെഷീൻസിനും ഒക്കെ നമുക്ക് തെരേജയുടെ ബുക്ക് യൂസ് ചെയ്യാം. EMFTക്ക് നമുക്ക് മാത്യു NO സാദിഖുവിന്റെ ബുക്ക് നമുക്ക് റെഫർ ചെയ്യാം. അതുപോലെ LIC പഠിക്കുമ്പോൾ റോയ് ചൗധരിയുടെ ബുക്ക് നമുക്ക് നോക്കാം, ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിന്. അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന് നമുക്ക് കെന്നഡിയുടെ ബുക്ക് നോക്കാം. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന് നമുക്ക് മോറിസ് മാനോ അല്ലെങ്കിൽ ആനന്ദ് കുമാറിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കാം. മോറിസ് മാനോ കുറച്ച് ഫോറിൻ ഓതർ ആണ്, ആനന്ദ് കുമാർ ആണെങ്കിൽ ഇന്ത്യൻ ഓതർ ആണ്. കുറച്ചും കൂടി നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഓരോ സബ്ജക്റ്റുകൾക്കും നിങ്ങൾ ഏത് ബുക്ക് റെഫർ ചെയ്തോ നിങ്ങളുടെ കോഴ്സിൽ അത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. ബുക്ക് വായിച്ച് കംപ്ലീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യല് എളുപ്പമുള്ള കാര്യമല്ല, നമുക്ക് അത്ര ടൈം ഒന്നും കിട്ടുമൊന്നുമില്ല. അപ്പം നമുക്ക് ഇതുപോലെ നമുക്ക് കോച്ചിങ് സെന്ററിന്റെ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MCQ വളരെ ഇമ്പോർട്ടന്റ് ആണ്. MCQs നമ്മൾ ചെയ്ത് തന്നെ പോകണം. അപ്പൊ MCQ ചെയ്ത് പോകാനായിട്ട് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടെക്സ്റ്റ് ബുക്ക് വാങ്ങി അത് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഞാൻ ഒരെണ്ണം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ട് ധാരാളം സൈറ്റുകൾ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ തന്നെ എക്സാം വേദ, സ്റ്റാൻഡ് ഫൗണ്ടറി, objectivebooks.com ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് MCQs നോക്കാനായിട്ട് ഉള്ളതാണ്. ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓപ്ഷൻസ് 4 ഉണ്ടെങ്കിൽ ആ 4 ഓപ്ഷൻസിനെ പറ്റിയിട്ടുള്ള വിശദീകരണവും കൂടെ അതിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് പഠിച്ചു പോകുന്ന സമയത്ത് അതിനോടനുബന്ധിച്ച് വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ നമുക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് MCQ ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിലൊക്കെ കയറി ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി നമ്മൾ എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയണത്, ഹൗ ടു പ്രിപ്പയർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചെയ്യാൻ നേരത്തെ നമ്മളിപ്പോ സിലബസ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ 8 മോഡ്യൂളുകളായിട്ടാണ് സിലബസ് കണ്ടു കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ ഡിഫറെന്റ് സബ്ജക്ട്സിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്.
അപ്പൊ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഓരോ ഇൻഡിവിജ്വൽസ് എല്ലാം ഡിഫറെന്റ് ആണ് അല്ലെ. ഒരാൾക്ക് എളുപ്പമുള്ള സബ്ജക്ട് മറ്റേ ആൾക്ക് എളുപ്പമാവണമെന്നില്ല. മറ്റേ ആൾക്ക് ചിലപ്പം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് ഇയാൾക്ക് എളുപ്പമായിരിക്കാം. അപ്പൊ ഓരോ ഇൻഡിവിജ്വൽസും അവരവരുടേതായ കംഫർട്ടബിലിറ്റി അനുസരിച്ചിട്ട് സബ്ജക്റ്റുകളെ പ്രയോറിറ്റൈസ് ചെയ്യുക. എനിക്ക് ഇന്ന സബ്ജക്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ അത് ആദ്യം തന്നെ നല്ല രീതിയിൽ പഠിച്ചു വെക്കണം, നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് കുറച്ച് കൂടുതൽ ടൈം അലോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഇപ്പൊ നമുക്കൊരു ടെന്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് സിലബസ് വെച്ചിട്ടുള്ള ഒരു ഇത് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാക്കാം, രീതിയിൽ പ്ലാൻ ഉണ്ടാക്കാം. ഇനി അത് സ്വയമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, നമുക്ക് കോച്ചിങ് സെന്ററുകളുടെയൊക്കെ സഹായം എടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ അവര് അതിനനുസരിച്ചിട്ടുള്ള ഷെഡ്യൂൾ ഉണ്ടാക്കി തരും. നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് പഠിച്ചു പോയാൽ മാത്രം മതി. ഓരോ ദിവസവും ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഓരോ ക്ലാസ്സുകൾ ഉണ്ടാവും, ആ ക്ലാസ്സിനനുസരിച്ചിട്ട് അങ്ങനെ പഠിച്ചു പോവാം. ഓക്കെ. അപ്പം നമ്മളുടെ സബ്ജക്റ്റുകളെ പ്രയോറിറ്റൈസ് ചെയ്യുക. അപ്പൊ ചിലപ്പോൾ നമ്മളുടെ സിലബസിൽ ഇന്ന സബ്ജക്റ്റുകൾക്ക് വെയിറ്റേജ് കൂടുതലുണ്ട്, അപ്പൊ നമുക്ക് ആ രീതിയിലും പ്രയോറിറ്റൈസ് ചെയ്യാം. അപ്പൊ അവരവർക്ക് ഉചിതമെന്ന് തോന്നുന്ന രീതിയിൽ സബ്ജക്റ്റുകളെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നതിനായിട്ട് തുടങ്ങും. ഓക്കെ. അങ്ങനെ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള നോട്ടുകൾ ഉണ്ടാക്കി വെക്കണം. നമ്മളുടേതായ ഹാൻഡ് റിട്ടൺ നോട്ട് തന്നെ ഉണ്ടാക്കി വെക്കണം. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും നമ്മളൊരു സെന്ററിൽ ചേരുകയാണെങ്കിൽ നമുക്ക് നോട്ട്സ് ഒക്കെ ഷുവർ ആയിട്ടും അവർ പ്രൊവൈഡ് ചെയ്യും, പ്രിന്റഡ് മെറ്റീരിയൽസും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അത് നമുക്ക് എക്സ്ട്രാ ആണ്, പക്ഷെ നമുക്ക് എപ്പോഴും പഠിക്കാൻ ഈസി നമ്മൾ തന്നെ നോട്ട്സ് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ എപ്പോഴും അവരവർ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇനി അങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ ഒരു ദിവസം ഒരു ക്ലാസ് കണ്ടു, അതിന് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ആ നോട്ട് നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വീണ്ടും ഷോർട്ട് നോട്ട് ആക്കി വെക്കണ്ട. നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാത്തതും നമ്മൾ മറന്നുപോയിട്ടുള്ളതായിട്ടുള്ളതും ഇക്വേഷൻസ് ഉള്ളതും ടേബിളോ അങ്ങനെ എന്തെങ്കിലും വാല്യൂസോ അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പാരലായിട്ട് തന്നെ ഒരു ഷോർട്ട് നോട്ടും കൂടി ഉണ്ടാക്കി വെക്കുക. കാരണം നമുക്ക് പരീക്ഷ അടുപ്പിച്ച് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച നോട്ട് കംപ്ലീറ്റ് വായിക്കാനായിട്ടൊന്നും ടൈം കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാകും, അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ. പക്ഷെ പെട്ടെന്ന് നമുക്ക് മെമ്മറൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതേപോലെ എന്തെങ്കിലും വാല്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫോർമുലാസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടാത്ത ചില പോയിന്റ്സുകളായിരിക്കാം. അതൊക്കെ നമ്മൾ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി ഒരു പാരലായിട്ട് തന്നെ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക. ഇപ്പൊ ഒരു സബ്ജക്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ സബ്ജക്റ്റിൽ ഈ ഷോർട്ട് നോട്ട് ഉണ്ടായി കഴിയുമ്പോൾ അത് 1 പേജോ 2 പേജിലോ കൂടുതൽ ഉണ്ടാവരുത്. ആ രീതിയിലേക്കുള്ള ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക. അപ്പൊ അത് നമുക്ക് ഫൈനൽ പ്രിപ്പറേഷനിൽ നമ്മുടെ പരീക്ഷയോട് അടുപ്പിച്ചിട്ടുള്ള ടൈമുകളിൽ നമുക്ക് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. കൂടുതൽ ഓരോ ടോപ്പിക്കുകളിൽ നിന്ന് ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ. ഇനി അത് എന്നിട്ട് ഒരു സബ്ജക്ട് നമ്മൾ തീർന്നു കഴിഞ്ഞാലോ ആ സബ്ജക്റ്റിലുള്ള എല്ലാ ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. ആ രീതിയിൽ നമ്മൾ എപ്പോഴും MCQs ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ. പിന്നെ റിവിഷൻ ചെയ്യുക. നമ്മൾ ഓൾറെഡി നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് റിവൈസ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അതായത് ഇപ്പം ഫുള്ള് സബ്ജക്റ്റുകളൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള മോക്ക് ടെസ്റ്റുകൾ കോച്ചിങ് സെന്ററുകൾ നമ്മളുടെ സെന്ററൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ധാരാളം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞെങ്കിൽ തന്നെയുള്ളൂ നമുക്ക് ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് ഇങ്ങനെ MCQ ബേസ്ഡ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് ഒക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഓക്കെ. ഇനി എന്തിന് നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം. ഞാൻ ആദ്യമേ തന്നെ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ പ്രീവിയസ് നോട്ടിഫിക്കേഷനിൽ 13 വിളിച്ചിട്ട് 17 പരീക്ഷ വന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെയല്ല നടക്കുന്നത് നമുക്കറിയാം. പക്ഷെ സിലബസ് ഒക്കെ പഴയ പോലെ തന്നെയാണ്. സിലബസിലൊന്നും കുറയ്ക്കലൊന്നും വന്നിട്ടില്ല. വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന അത്രയും കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയം മാത്രമാണ്. അതായത് നമ്മളൊരു 4 ഇയേഴ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് ഇലക്ട്രോണിക്സുകാരനാണെങ്കിൽ അത് മാത്രമല്ല ഇലക്ട്രിക്കലിലെ സബ്ജക്റ്റുകളും കൂടെ വരുന്നില്ലേ. അപ്പൊ ഈ 4 ഇയേഴ്സിൽ പഠിച്ചതിലധികം നമ്മൾ ഈ കോമ്പറ്റീവ് എക്സാമിനേഷൻ ഇപ്പൊ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് കിട്ടുന്ന സമയം ഒരു 6+ months ആണ് കിട്ടുന്നത്. 6 മാസം അല്ലെ അതിൽ കൂടുതൽ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ അത്രയും ചെറിയ ടൈമിൽ നമുക്ക് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴാണോ നോട്ടിഫിക്കേഷൻ വന്ന് അപ്പൊ തന്നെ ആ പരീക്ഷ കണ്ടക്ട് ചെയ്യാൻ PSC തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇപ്പൊ തന്നെ
പഠിച്ചു തുടങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫൈനൽ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് കോൺഫിഡന്റോട് കൂടി നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട് വേണ്ടുന്ന വിധത്തിലൊക്കെ, ആ ഒരു രീതിയിൽ കോൺഫിഡൻസോട് കൂടി നമുക്ക് പരീക്ഷാ ഹാളിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. വാസ്റ്റ് സിലബസ് ആണ്. ടൈം റിക്വയർഡ് ടു കവർ ദ ബേസിക്സ്, ഇതെല്ലാം അത് നമുക്ക് വളരെ കുറവാണ്. ഓക്കെ. പിന്നെ അടുത്ത കാര്യം എന്താണ്, ഹൈ കോമ്പറ്റീഷൻ ആണ് അല്ലെ. നമുക്കിപ്പോ അറിയാം പണ്ടത്തെ PSCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അത്രയും കാൻഡിഡേറ്റ്സ് അല്ല ഇപ്പൊ നമുക്കുള്ളത്. നമ്മൾ കൊറോണയ്ക്ക് ശേഷമൊക്കെ അത് നമ്മൾ നല്ലോണം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. പണ്ടൊക്കെ എല്ലാവരും IT സെക്ടറിൽ പ്രൈവറ്റ് ജോബ്സ് ഒക്കെ ആണെങ്കിലും പുറത്തേക്കുള്ള അതൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഈ കൊറോണയ്ക്ക് ശേഷം പല ആളുകൾക്കും പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള ജോബുകളിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഈ PSCയിലേക്കുള്ള ട്രെൻഡ് വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പം കോമ്പറ്റീഷൻ ഓഫ് കോഴ്സ് എന്താണ് കൂടി വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് നമുക്ക് ഇങ്ങനെ കോമ്പറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഗൈഡൻസ് കൊടുക്കുന്ന ഇഷ്ടം പോലെ കോച്ചിങ് സെന്റേഴ്സും അവൈലബിൾ ആണ്. അപ്പൊ ആളുകൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സെന്ററിനെ ചൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എല്ലാവരുടെയും പ്ലേസിൽ തന്നെ ധാരാളം സെന്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ആ രീതിയിൽ എല്ലാ ആക്സസും അവർക്കുണ്ട് അല്ലെ. മെറ്റീരിയൽസിനോട് ക്ലാസ്സുകളോടൊക്കെ ആക്സസ് ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് നമ്മളും നല്ല രീതിയിൽ തന്നെ നല്ല സെന്ററിൽ നല്ല കണ്ടന്റ് കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്കും പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതാണ് ഒരു കാര്യം, നമ്മൾ പ്രിപ്പറേഷൻ നമ്മൾ തുടങ്ങേണ്ടതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി പിന്നെ കട്ട് ഓഫ് പണ്ടത്തെ മാതിരിയല്ല. പണ്ടൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡെഫിനിഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അത് തന്നെ നമ്മൾ പരീക്ഷ കഴിഞ്ഞ ഷോർട്ട് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ കട്ട് ഓഫ് ഒക്കെ ഏത് പരീക്ഷ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു വലിയൊരു കട്ട് ഓഫ് ഒന്നും അന്ന് ആ കാലഘട്ടങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പത്തേക്ക് ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് 60 അടുപ്പിച്ച് 55 എബോ 60, 70 ആ ഒരു റേഞ്ചിലേക്കൊക്കെയാണ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന്റെ ഒക്കെ കട്ട് ഓഫ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ കട്ട് ഓഫ് ആയത് കാരണം തന്നെ എക്സാമിനേഷൻ ടഫ് ആയിരിക്കും. കൂടുതൽ ആളുകൾക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അവർ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നുണ്ട്, അതുകൊണ്ട് കട്ട് ഓഫും കൂടുതലായിരിക്കും. ഓക്കെ. അപ്പൊ അത് ഒരു കാര്യമാണ്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ലക്ഷ്യം എന്താണ്, നമുക്ക് വെറുതെ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് അതിന്റെ റാങ്ക് ലിസ്റ്റിൽ വന്നു എന്ന് പറയുന്നതല്ല, നമുക്ക് ജോലി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതാണ്. നമുക്ക് ആ ജോബ് നമുക്ക് കിട്ടണം അല്ലെ. അതാണ് നമ്മളുടെ എയിം. നമുക്ക് അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഇത്രയും കാലം 6 മാസം 7 മാസം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് ആ ജോബ് നമുക്ക് കിട്ടിയിരിക്കണം. അതാണ് നമ്മളുടെ ലക്ഷ്യം. ഓക്കെ. അപ്പൊ ആ രീതിയിൽ നമ്മൾ പഠിക്കണം. സെക്കൻഡ്. ഹലോ, ഞാൻ ഇപ്പൊ വിളിക്കാം. കേട്ടോ, ഒരു മിനിറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പേര് ആ ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പില് 1, 2, 3 എന്ന് പറയുന്ന പൊസിഷനിൽ തന്നെ വേണം എല്ലാവരും വിചാരിക്കാൻ. ആ രീതിയിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ. അപ്പൊ അത് അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളുടെ പ്രിപ്പറേഷൻ ആ ലെവലിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യണോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങണം, സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം, MCQs നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം, ടോപ്പിക് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലേ ഉള്ളൂ നമുക്ക് ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം വരണം എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂ. ഓക്കെ. അപ്പൊ ആ ലെവലിലേക്ക് നമ്മുടെ പ്രിപ്പറേഷനെ കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് നമ്മളുടെ ബിഗ് ലേണിംഗിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടുകളും ഉണ്ടാകും. ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ, ഹൈ ഫാക്കൾട്ടീസ്, ഓരോ സബ്ജക്റ്റുകൾക്കും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അതേ സ്ട്രീമിൽ നിന്ന് വരുന്ന ഫാക്കൾട്ടീസ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകൾ എനി ടൈം റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാകും. ഇനി ലൈവ് ക്ലാസ്സിന്റെ ടൈമിൽ കാണാൻ പറ്റാത്തവർക്ക് അത് റെക്കോർഡഡ് ആയിട്ട് വരും. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ആ ക്ലാസ്സിൽ നിന്ന് ഉള്ള അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ അന്നേ ദിവസത്തെ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ ക്ലാസ്സിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ആ ടോപ്പിക്കിൽ നിന്നുള്ള ടെസ്റ്റുകൾ ഉണ്ടാകും.
സബ്ജക്ട് വൈസ് ടെസ്റ്റുകൾ ഉണ്ടാകും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. പിന്നെ ക്ലാസ് എടുക്കുന്നതിന് ലെക്ചർ നോട്ട്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കോഴ്സിന്റെ പ്രത്യേകതയാണ് ഈ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന്റെ കോഴ്സിന് ചേരാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെന്ററിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ സെന്ററിൽ വിളിച്ചിട്ട് ചോദിക്കാം. ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ലൈവ് ക്ലാസ് ആയിട്ടായിരിക്കും തരുന്നത്. റെക്കോർഡഡ് ക്ലാസ്സും അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇനി ആർക്കെങ്കിലും ഈ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചോദിക്കാവുന്നതാണ്. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ വിളിച്ചിട്ട് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. Okay, Miss. Thank you. താങ്ക് യു.